ഡി നിനക്ക് ട്യൂഷനൊന്നും പോണ്ടേ? ഇങ്ങനെ കിടന്നുറങ്ങി ഫോൺ കണ്ടാൽ മാത്രം മതിയാ നിനക്ക്? എന്നാ ഉമ്മി അന്ന് സമയം 12 എന്താ ഇപ്പൊ മനസ്സിലായ സമയം എത്രയായിരുന്നു? ഫോണിൽ കുത്തിക്കൊണ്ടിരുന്ന ഇതൊന്നും മനസ്സിലാകത്തൊന്നുമില്ല. പഠിക്കാനൊരു അക്ഷരം പറഞ്ഞാൽ അവളപ്പോ ഒന്നും ചെയ്തില്ല. അതേസമയം ഫോണിൽ കുത്തി എന്തെങ്കിലും ചെയ്യാൻ പറ്റില്ല. ആ സമയത്ത് അതെല്ലാം ഇരുന്നേരോ ഒരു കുഴപ്പമില്ല ഫോണിൽ കളിക്കാൻ. പിന്നെ നിനക്ക് ട്യൂഷൻ പോകാൻ കഴിയാത്തത്? എന്റെ ഉമ്മി ഞാനിപ്പോ റെഡി ആയിട്ട് വന്നേക്കാം. ഉമ്മി ആ ഹാളിൽ പോയി ഇരുന്നോ? ഞാനേ ഹാളിൽ പോയി എനിക്ക് മനസ്സിലാവും നീ എങ്ങനെയൊക്കെയാണ് ഒരുങ്ങുന്നതെന്നൊക്കെ. കേട്ടല്ലോ? ഒരു 1.5 മണിക്കൂർ വേണം നിനക്ക് ഒരുങ്ങി ട്യൂഷൻ ക്ലാസ്സിൽ പോകാൻ. കൊണ്ട് ഐലൈനറും ലിപ്സ്റ്റിക്കും ഐഷാഡോ മേക്കപ്പ് എല്ലാം ആയിട്ട് വേണം നിനക്ക് ട്യൂഷൻ പോകാൻ. അല്ലേ? അതിനു വേണ്ടിയായിരിക്കും എന്നെ ഇങ്ങനെ ഹാളിലോട്ട് പോയി ഇരിക്കാൻ പറയുന്നത്. അല്ലേ? ഇതൊക്കെ കേട്ടിരിക്കുന്ന അവസ്ഥയല്ലേ എന്റേത്. എനിക്ക് തിരിച്ചെന്തെങ്കിലും പറയാൻ പറ്റുമോ? വാടി അവള് മറുപടി വരാൻ വാടി. നിനക്ക് ഞാൻ ഇപ്പൊ തന്നെ ചട്ടം പഠിപ്പിച്ച് കൊയ്യിൽ നോക്കി നമുക്ക് വെച്ചേടി. ഞാൻ വാ അപ്പൊ നന്നായിട്ട് സംസാരിക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇതൊക്കെ ഒന്നും കേട്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഞാൻ ട്യൂഷൻ ക്ലാസ് പോകുന്നത് ഇനി കളിയൊക്കെ ട്യൂഷൻ ക്ലാസ് പോകും. സ്ഥലം ഫുള്ളും പേനാണ്. നല്ല സുഖം. പേൻ നോക്കാൻ വെച്ച് കഴിഞ്ഞാൽ അതിന് പറ്റില്ല. പിന്നെ എന്തുവാണ് പേൻ ഇങ്ങനെ എഴുതാതെ പോകണം? ആഴ്ചയിലൊക്കെ അല്ല കുളിക്കുന്നത് തന്നെ. പിന്നെ ഇങ്ങനെ നിന്റെ പേൻ ഇങ്ങനെ പോവാതിരിക്കുന്നത്? ഉണ്ണിയുടെ ഒരു കാര്യം. അയ്യോ ഞാനിങ്ങനെ ചെയ്തില്ല. അയ്യോ ട്യൂഷൻ ടീച്ചറിന്റെ നല്ല 2-3 ദിവസമൊക്കെ ആയില്ലേ ഈ ഹോംവർക്ക് കൊണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. അയ്യോ ട്യൂഷൻ ടീച്ചറിലേക്ക് പറഞ്ഞാണെങ്കിൽ കേൾക്കത്തുമില്ല. എനിക്കറിയത്തില്ല എത്രയോടെ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് ഒഴിവാക്കിയേക്കാം. എന്നാലും ഞങ്ങൾ ഫംഗ്ഷന് പോയിരിക്കുമായിരുന്നു പറയാം. നമുക്ക് കുഴപ്പമില്ലല്ലോ. നിന്റെ എനിക്ക് പറഞ്ഞിട്ടുണ്ട് ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ നിന്ന് പറയുമ്പോൾ ഹോംവർക്ക് പറയണമെന്ന്. അതും ഞാൻ അറിയാതെ പറ്റിപ്പോതാ. അല്ലല്ലോ ഉമ്മി നിനക്ക് അല്ലാതെ പിന്നെ എന്ത് ചെയ്യും? അയ്യോ നിനക്ക് അല്ലാതെ ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി നീ പൂജിച്ച് ഞാൻ നിന്നെ വിളക്കത്തിച്ച് ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ട് ആക്കാം. ഞാൻ ബുക്കൊക്കെ എടുത്ത് ബാഗിൽ വെക്കാൻ നോക്കണം. അല്ലെങ്കിൽ ഈ ഉമ്മിയുടെ വായിക്കുന്ന ഫുഡ് ഞാൻ കേൾക്കുന്നത്. എന്നാലും മിസ്സിന്റെ ആയിരുന്നു അല്ല ഇത് അടി വാങ്ങണം. ഡി നിന്റെ ബാഗ് ഇങ്ങോട്ട് കാണിച്ചേ. എന്തൊക്കെ ഉണ്ടാവും നോക്കട്ടെ അതിനകത്ത്. ഒന്നും വേണ്ട. അതെന്താ വേണ്ടാത്തത്? നിന്റെ ഉമ്മയല്ലേ ഞാൻ. അപ്പൊ ആ ബാഗിൽ എന്തൊക്കെ ഉണ്ടെന്ന് ഞാൻ കൂടി അറിയണ്ടേ? ഇങ്ങോട്ട് താടി.